സാറ് കൂടുതലും ഇടപെട്ടിട്ടുള്ളത് വിജ്ഞാന മേഖലയിലാണ്. പക്ഷേ ജ്ഞാനമാണ് ആത്യന്തികമായ നാം ലക്ഷ്യമാക്കുന്നത്. എങ്ങനെയാണ് ഇതിനെ സമന്വയിക്കുന്നത്? BC 4000 മുമ്പ് യജ്ഞവൽക്യ മഹർഷി എഴുതിയ യജുർവേദത്തിൻ്റെ 40-ാം അധ്യായത്തിലെ 11-ാമത്തെ വരി കൃത്യമായിട്ട് ഇവർ ചോദിച്ചതും പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള വിവരണം ഉണ്ട്. വിദ്യാം ച അവിദ്യാം ച യസ്തത് വേദ ഉഭയം സഹ അവിദ്യയാ മൃത്യും തീർത്വാ വിദ്യയാ മൃതമശ്നുതി. ഒരു കൺഫ്യൂഷനും ഭാരതത്തിൽ ഉണ്ടായിരുന്നില്ല. നമ്മൾ വ്യാഖ്യാനിക്കുന്നതിലുള്ള കൺഫ്യൂഷനാണ് 21-ാം നൂറ്റാണ്ടിലും 41-ാം നൂറ്റാണ്ടിലും കറക്റ്റായിട്ട് ഇൻ്റർപ്രറ്റബിൾ ആയിട്ടുള്ളതാണ്. ഈ ഈശാവാസ്യോപനിഷത്തിലെ 18 മന്ത്രങ്ങൾ ശബരിമലയിലെ 18 പടി പോലെ അതിലെ 11-ാമത്തെ പടിയാണ് എറ്റേണൽ എക്സ്പീരിയൻഷ്യൽ സ്പിരിച്വൽ നോളജ് വിദ്യ. എറ്റേണൽ എക്സ്പീരിയൻഷ്യൽ സ്പിരിച്വൽ നോളജ് വിദ്യ. എക്സ്റ്റേണൽ എക്സ്പെരിമെൻ്റബിൾ സയൻറ്റിഫിക് നോളജ് അവിദ്യ. അവിദ്യയാ മൃത്യും തീർത്വ. ഈ സയൻറ്റിഫിക് നോളജ് ഉപയോഗിച്ച് ജീവിതത്തിലെ ദുഃഖങ്ങളെ, ബുദ്ധിമുട്ടുകളെ, പ്രശ്നങ്ങളെ അതിജീവിച്ച് വിദ്യയാ മൃതമശ്നുതേ. ആ വിദ്യ കൊണ്ട് പരമമായ ശാന്തി, സമാധാനത്തിലേക്ക് എത്തുക. ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിലെ സാഖ്യയോഗം, ജ്ഞാനയോഗത്തിലെ കൃഷ്ണൻ ഒരു വ്യക്തിക്ക് സംശയമില്ലാത്ത വിധത്തിൽ പാരമാർത്ഥിക ഭക്തിയും വ്യാവഹാരിക ഭക്തിയും പറയുന്നുണ്ട്. അതുപോലെ 3-ാം അധ്യായത്തിൽ പാരമാർത്ഥിക കർമ്മധർമ്മങ്ങളും വ്യാവഹാരിക കർമ്മധർമ്മങ്ങളും പറയുന്നുണ്ട്. 12-ാം അധ്യായത്തിൽ വ്യാവഹാരിക ഭക്തിയും പാരമാർത്ഥിക ഭക്തിയും പറയുന്നുണ്ട്. നമുക്ക് കൺഫ്യൂഷൻ ഇല്ല, നമ്മുടെ പൂർവികർക്ക് കൺഫ്യൂഷൻ ഇല്ല. വിവരിക്കുന്നവർക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് വാക്കുകൾ ചിലപ്പോൾ പ്രയോജനപ്പെടും. ധർമ്മം എന്ന വാക്കിൻ്റെ അർത്ഥം ഡ്യൂട്ടി പ്ലസ് റെസ്പോൺസിബിലിറ്റി പ്ലസ് പ്രിവിലേജ്, അതാണ് ധർമ്മം. സത്യം എന്ന വാക്കിൻ്റെ അർത്ഥം ട്രൂത്ത് പ്ലസ് ഫാക്ട് പ്ലസ് എസൻസ്, അതാണ് ധർമ്മം. എന്ത്? വ്യക്തിധർമ്മം, കുടുംബധർമ്മം, സമൂഹധർമ്മം, രാഷ്ട്രധർമ്മം. അത് രാമായണത്തിൽ അഗസ്ത്യൻ കൃത്യമായിട്ട് രാമനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ ഭക്തിക്കും ഡിവോഷൻ പ്ലസ് ഡെഡിക്കേഷൻ പ്ലസ് സിൻസിയറിറ്റി, അതുണ്ടെങ്കിൽ ജ്ഞാനവിജ്ഞാന സഹിതം 13-ാം അധ്യായത്തിൽ ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞതുപോലെ ഹിന്ദുക്കളായ സ്ഥിതിക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. ജ്ഞാനം വിജ്ഞാന സഹിതം യജ്ഞാത്വാ മോക്ഷ്യതേ അശുഭാത്. ആത്മീയത പോലും സയൻസ് കൊണ്ട് പഠിക്കാൻ പറഞ്ഞ ലോകത്തിൽ BC 3140 ഭഗവത്ഗീത ഒരു വാക്കിലൂടെയോ വരിയിലൂടെയോ നോട്ടത്തിലൂടെയോ കൊടുത്തത് വേദവ്യാസൻ ഗണപതിയിലൂടെ എഴുതിയിട്ട് 700 അല്ലെങ്കിൽ 701 ശ്ലോകങ്ങളായി മാറിയ ഭഗവത്ഗീതയ്ക്കകത്ത് ഇതുണ്ട്. അതുകൊണ്ട് ജ്ഞാനവും വിജ്ഞാനവും ഒന്നും നമുക്ക് യാതൊരു കൺഫ്യൂഷനും ഇല്ല. ചുമ്മാ ഇവിടെ കൃത്യമായിട്ട് ഇതൊക്കെ ഉണ്ട്. വ്യാഖ്യാനിക്കുമ്പോഴത്തേക്കും ഇന്നത്തെ തലമുറയ്ക്ക് മനസ്സിലാകാത്ത വിധത്തിൽ വ്യാഖ്യാനിക്കുമ്പോൾ പറ്റുന്ന അബദ്ധമാണ് പലർക്കും. ഇന്നത്തെ തലമുറക്ക് മനസ്സിലാക്കാൻ ചെറിയ ചെറിയ വാക്കുകൾ നമ്മൾ മോഡേണും ഏൻഷ്യൻറ്റും കൂടി ചേർത്താൽ പറയാൻ സാധിക്കും. അഗസ്ത്യൻ രാമനോട് പറഞ്ഞത് വളരെ കൃത്യമായിട്ട് ഡിവോഷൻ, ഡെഡിക്കേഷൻ, സിൻസിയറിറ്റിയോടുകൂടി മുമ്പോട്ട് പോവുക. ഉദ്ധരേത, നീ നിന്നെ ഉയർത്തുക, നിന്റെ കൂടെ ഉള്ളവരെ ഉയർത്തുക, നിന്റെ രാഷ്ട്രത്തെ ഉയർത്തുക, ശത്രുക്കളെ സംഹരിച്ച് മുമ്പോട്ട് പോവുക. ആദിത്യ ഹൃദയ മന്ത്രം നിനക്ക് തന്നതുപോലെ ആയുധങ്ങളും നിനക്ക് തന്നു. അതാണ് ഭാരതം. ഭാവരാഗ താളമുള്ള ഭാരതം, എൻ്റെ നാട്, ശ്രേഷ്ഠ ഭാരതം, അതാണ്.